ഈ ബാഗ് ആർക്കെങ്കിലും പിടിച്ചൂടെ? എന്ത് വലിയ ബാഗാണ്. തനങ്ങ് പിടിച്ചാ മതി. പറഞ്ഞില്ല കാർ പിടിച്ചു തരാന്ന്. പിന്നെ ഇടയ്ക്കൊക്കെ ബസ്സിന് പറഞ്ഞാൽ നല്ലതാ. നിനക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഭാരം ചുമക്കുന്നത് നല്ലതാ. അതൊരു എക്സ്പീരിയൻസ് തന്നെയാ. അമ്മ എനിക്ക് കാല് വേദന എടുക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഇരിക്കട്ടെ. നടക്കാങ്ങട് ഉരുട്ടി വീഴുമ്പോ ആലോചിക്കണായിരുന്നു കളവാൻ കേശു. നിങ്ങൾ നടന്ന് ഞാൻ വന്നോളാം. എന്ത് കേശു, ഈ കരയിലെ ഇടയ്ക്കൊക്കെ പാമ്പ് കാണും. നീ വേണമെങ്കിൽ അവിടെ ഇരുന്നു, എനിക്ക് കുഴപ്പമില്ല. പാമ്പാ? നമ്പറാണെന്നറിയാം. ഇനിയിപ്പം പാമ്പ് വന്നാലോ? വേണ്ട. അച്ഛനില്ലാത്തോണ്ട് ഒരു രസമില്ല. അത് ശരിയാട്ടോ, അച്ഛനും കൂടെ വേണമായിരുന്നു. വിളിച്ചാലേ അപ്പൊ ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയല്ലേ. ഭാര്യ വീട്ടിൽ ഇപ്പോഴെങ്കിലും പോയി നിൽക്കൂലെന്നും പറഞ്ഞിട്ട്. അതെ, അമ്മന്റെ എല്ലാ കുഴപ്പത്തിനും കാരണം. പിന്നെ ഞാൻ കേശു പാട്ട് പാടല്ലേ, ഉറങ്ങിക്കിടക്കണ പാമ്പൊക്കെ ഉണർന്നു വരും. ഏത് പാട്ടോ പാടിയത്? പൊന്നൊന്ന് പോരാന്ന്. മതിരിക്കും ഓർമ്മകള്. ഇതാരും ഇല്ലേ? ഇത്ര വയസ്സായിട്ട് പേടിയൊന്നും മാറിയിട്ടില്ല. പതുക്കെ കെട്ടിപ്പിടിക്കാം. അമ്മക്ക് മുട്ട വയ്യാത്തയോ? പൊടി കൊച്ചേ. അപ്പൂപ്പനോടെ അകത്തുണ്ട്. ഇവിടെ കിടന്ന് വിളിക്കാടാ മക്കളെ. അകത്തുണ്ട്. പട്ടാളക്കൂട്ടമൊക്കെ എത്തിയല്ലോ. മോളെ ബാലം വന്നില്ലേ? ഇല്ലമ്മേ, സുഖമില്ല. സുഖമില്ലേ? അതെന്ത് പറ്റി? അല്ല, ഈ സുഖമില്ലാതെ തന്നെ ഒറ്റയ്ക്കാക്കി നിങ്ങളെല്ലാം കുടുങ്ങി പോകുന്നു. വയ്യാത്തൊന്നുമല്ല പൂപ്പ. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ മടിയായ കൊണ്ടാ. അതെന്താ? അച്ഛൻ വീട്ടിലോട്ട് അച്ഛൻ ഇല്ലെന്നാ പറയുന്നത്. ഓ, അവന്റെ പണക്ക് ഇതുവരെ മാറിയില്ലേ? പിണക്കൊക്കെ മാറി. ഇങ്ങോട്ട് വന്ന അച്ഛൻ പിണങ്ങും. ഈ പിണക്കുമല്ലോ. മോളെ, നീ ആ ഫോൺ എടുത്ത് അവനെ ഒന്ന് വിളിക്കേ. എല്ലാം ഇങ്ങോട്ടാ, ഞാൻ അതന്നെ വിളിക്കാം. ഇവരുടെ കൂടെ വരാത്തവനാ ഇനി ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താൻ പോകുന്നത്. അവനെങ്ങും വരത്തില്ലാന്നേ. വിളിച്ചു നോക്കാം. നോക്ക്. ആ പിന്നെ വിളിക്കും. നോക്ക്. ഞാൻ വിളിക്കാം. ഓ, സ്വിച്ച് ഓഫ് ആണല്ലോ മോളെ. ഞാൻ പറഞ്ഞില്ലേ, അവന് എടുക്കത്തില്ലല്ലേ. വിളിക്കുമെന്നറിയാം. അതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. അതെ ശരി. അച്ഛൻ ഒരു വഴിക്ക് കാണില്ലെന്ന് പറഞ്ഞ പിന്നെ ആ വഴി പ്രതീക്ഷിക്കുകയേ വേണ്ട. അച്ഛന്റെ മോന, അവനെല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം അച്ഛന്റെ സ്വഭാവം. വാ മക്കളെ, അകത്തേക്ക് പോകാം. എടാ, നീ അച്ഛ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? നിങ്ങൾ ഞങ്ങൾ തൊട്ട് പറയണ്ടായിരുന്നാ? അല്ല, എന്റെ തൊട്ട് മുമ്പേ നിങ്ങള്. എനിക്ക് കുളിക്കണം. വാടാ കേശു. മാമ കുളിച്ചോട്ടാ. ഓ, പോയി നന്നായിട്ട് മുങ്ങി കുളിക്കേ. അച്ഛൻ വയ്ക്കോ. തീരുമാനങ്ങളൊക്കെ ചറപറാന്നങ്ങ് മാറ്റിക്കോളും. ചറപറാന്നോ? നീ അവന്റെ കൂടെ ചേർന്ന് തിരുവനന്തപുരം ഭാഷയാണോ പറയുന്നേ? അമ്മ വിശക്കണമ്മേ. ആ വാ, എല്ലാം കഴിച്ചോണ്ട് ഇനി വർത്താനം പറയാം. എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്കൊന്നും കിട്ടില്ല കഴിക്കാൻ. എടി, നമുക്ക് കാട്ടിലോട്ട് ഇറങ്ങിയാലോ? വേണമെങ്കിൽ ഇറങ്ങാം. ഇറങ്ങാം. എവിടെ പോവാ രണ്ടെണ്ണം കൂടി? എവിടെ പോവാ? ഞങ്ങളോട്ട് പോകുന്നില്ല. ചോദിക്കാണ്ടും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അടി മേടിക്കുവേ. അതെ, ഞങ്ങളൊന്ന് താഴേക്ക് ഇറങ്ങിക്കോട്ടെ. ഇപ്പൊ ചോദിച്ചില്ലാന്ന് വേണ്ട. നിനക്ക് കുറച്ച് കൂടുതലാണ്. എന്തോന്നടി തല്ലുപൊളി പറയുന്നേ? ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണം എപ്പോഴും. നീ അവിടെ നിൽക്കാതെ അടുക്കളയിലേക്കല്ലേ? അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ അടുത്ത് ഇവിടെ വരുമ്പോഴേക്കും കുറച്ച് റെസ്റ്റ് പറഞ്ഞോന്ന്. ഓ, കാര്യമായിട്ട് ഒന്നും വേണ്ട, എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. അതൊന്നും പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വേണം. ഒരു കാര്യം പറയട്ടെ. എന്തോന്ന് വിളിച്ചാ വരൂലേ? പണി അച്ഛാ, നമുക്ക് നാട്ടിൽ കുളിച്ചാലോ? ആറ്റൊന്നും കുളിക്കണ്ട, ഭയങ്കര ആഴമാണ്. ആ കുളത്തിൽ പോയി കുളിക്കാം. അച്ഛാ പ്ലീസ് അച്ഛാ. ഇതെല്ലാം കൂടെ കെട്ടിവിട്ട് അവിടെ കൊണ്ടാക്കും കേട്ടാ. വാ, എത്ര പ്രാവശ്യം കുളിക്കാൻ വേണേ? ആറ്റി കുളിച്ചാ അടിച്ചു. അവനെന്താടി ഇത്ര ഗൗരവം? വന്നപ്പത്തോണ്ടും ഗൗരവാ. ചെല്ല്. അമ്മ പ്ലീസ് അമ്മ, ഞങ്ങൾ ആറ്റിൽ ഇറങ്ങി കുളിച്ചോട്ടെ. അമ്മൂമ്മ പറഞ്ഞ എന്തായാലും സമ്മതിക്കും. അമ്മൂമ്മ സമ്മതിക്കത്തില്ല. കുളത്തിൽ തന്നെ കുളിച്ചാ മതി. കയറി വാ. അല്ലെങ്കിൽ ഞങ്ങൾ കുളത്തെ കുളിക്കുന്നുള്ളൂ. അമ്മ പോയിക്കോ. ഓ ശരി. എന്നെ പറഞ്ഞു വിട്ടിട്ട് താഴേക്ക് ഇറങ്ങാനല്ലേ? അത് വേണ്ട, കയറി വരണ്ടും. ഇങ്ങോട്ട് വരാൻ ഏറ്റില്ല. വാ 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 നടക്ക.
പേടിപ്പിക്കാൻ നോക്കണ കൊച്ചുള്ളരെ പോലെ ഏച്ചില്ലല്ലേ യാക്കി ഞാൻ വിളിച്ച് വളർന്ന് വലുതായിട്ടുണ്ടാവും. അത് ആര് വളർന്ന പോലെ എന്തേ എന്തേ വിളിച്ചേ? എന്തേ വിളിച്ചെന്നാ എന്തോന്നു സ്വന്തം നാട്ടിലത്തെ ഭാഷയ്ക്കൊക്കെ ഒരു ആഠ്യത്വം. ഞങ്ങൾക്ക് അല്ലെങ്കിലും ആദ്യത്തുള്ളവരാണല്ലോ. അതൊക്കെ പറ പണിക്കാരെയൊക്കെ അതൊന്ന് ചിരിക്കും. എന്നാ വിളിച്ചാ പറ. അവിടെ അവിടെ നമുക്ക് തരാന്ന് പറഞ്ഞ 80 സെന്റ് തന്നെ അക്കരക്കര തന്നെ തന്നല്ലേ ആന്ന് പറ. അവിടെ ഒരു മരം അവിടെ പോയി. മരോ? കൊറേ മരം ഉണ്ടല്ലോ അവിടെ. എടി അതല്ലടി നല്ല മണ്ണോളം ഒത്ത ഒരു ആഞ്ഞി അവിടെ ഒന്നില്ലടി അത് എവിടെ? ശരിയാണല്ലോ, ഇവിടെ നോക്കുമ്പോ അത് കാണായിരുന്നല്ലേ. വീട്ടിൽ കാണായിരുന്നു. വന്നോടെ അളക്കടക്കത്തേറെ പഴകം കഴിച്ചോണ്ടിരിക്കും. ഇതൊന്നും നോക്കണ്ട നീ. അതെ വീട്ടിനകത്തോ 4 തൂണാണ്, തേക്കിന്റെ തൂണാണ്. അയാൾ ഓരോ തൂണായിട്ട് ഇളക്കി ഇരിക്കുകയാണ്. പോവാലോ ഇവിടുന്ന്. പോവാനൊന്നുമല്ല, നീ നോക്കിയോ. ചാരുകസരത്ത് പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം ഉള്ള ഉച്ച വീഴും. ഒരിക്കൽ കൂര ഇളവി അയാൾ ഉച്ച വീഴും. നീ നോക്കിയോ നീ. പിന്നെ തൂണല്ലേ അച്ഛന് ആവശ്യം. എന്നാലും ഇവിടെ ഇത്ര വണ്ണം ഇത്ര അയാൾ ചോദിക്കണം. വാ വേണ്ട വേണ്ട അതൊന്നും ചോദിക്കാൻ വേണ്ട പോന്ന്. വേണ്ട ചോദിക്കണ്ട. എന്ത് ചോദിച്ച കുഴപ്പമെന്ത്? എന്നാ ചെന്ന് ചോദിക്കും, കിട്ടണ മേടിച്ചോ. ആഞ്ഞിലിയാണ് പൊന്നും വില ആഞ്ഞിലി. കിളവയെല്ലാം വിൽക്കും. നോക്കിയോ കിളവന്താ പോട്ട്. വാ ആ നിങ്ങൾ രണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഓ അവിടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ പോണ്? ഞാൻ ആ കിഴക്ക് വശം മുഴുവൻ കാട് കയറി കിടക്കുന്നു. അത് വെട്ടിത്തെളിക്കണം. നീ വരുന്നു? ഞാൻ വരണില്ല. വരാം. മാമൻ പോണം. വെട്ടിത്തെളിക്കണം. ഞാൻ വരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും തെളിയത്തില്ല കേട്ടോ. ഓ അതെ അവിടെ മരം എന്ത് ചെയ്തു? ആഞ്ചിനി മരം ഇല്ലേ അക്കരെ നമുക്ക് തരാന്ന് പറഞ്ഞ 80 സെന്റ് ഇല്ലേ? ഇതിൽ തന്നില്ല. തരാന്ന് പറഞ്ഞ സെന്റില് ആഞ്ചിനി മരം നിന്നില്ലേ? എവിടെ? എടാ നീ അറിഞ്ഞില്ലേ അടുത്ത കാലത്ത് ആഞ്ഞലിക്കൊക്കെ ഒരു കരിച്ചിൽ രോഗം വന്നത്? വന്നിട്ട് എപ്പോ പോയി? അത് തുടങ്ങിയപ്പോ പോയി തന്നെയല്ലേ. ഈ വണ്ണം ആകാശം വിട്ടുള്ള ആഞ്ഞിനി ഒരു ദിവസം കൊണ്ട് കരിഞ്ഞങ്ങ് പോയി. എടാ അത് ഉണങ്ങി തുടങ്ങിയപ്പോഴേ ഞാനത് കൊടുത്തു. വലിയ വിലയൊന്നും കിട്ടിയില്ല. എത്ര കിട്ടി? ഓ ഒരു 1.5 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. 1.5 ലക്ഷം കുറഞ്ഞു പോയടാ. കുറഞ്ഞു, തീരെ കുറഞ്ഞു. ഞാൻ പോട്ടെ. മാമൻ ചെന്ന് അടിക്കാടെല്ലാം വെട്ടിക്കളയണം. എല്ലാം വെട്ടിക്കളാം. ഞാൻ വരാം. ഞാൻ ഇപ്പൊ തന്നെ വരാമേ. എന്നിട്ട് വന്ന് ഒന്നോടെ വെട്ടാം. ഞാൻ പോവില്ല. എടി എന്തോന്നടി ഇത്? 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റന്ന്. എടി ഇതേ 2 വീടും 2 കട്ടളയ്ക്കും മരപ്പണി കംപ്ലീറ്റ് ഈ ആഞ്ഞിനി തീർന്നെ. ഇങ്ങനെ എന്തിനു പുല്ലിന് 1.5 കൊടുത്തത്? നമ്മളെ കിട്ടിയ 4 ലക്ഷം രൂപ നമ്മൾ വിറ്റല്ലേ. ആ സ്ഥലം നമുക്ക് എഴുതുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. ഇപ്പൊ ചെന്നാ കഞ്ഞി കിട്ടും, അല്ലെങ്കിൽ അതും കിട്ടില്ല. അല്ലെങ്കിൽ കാഞ്ഞിലിക്കഥ ഇങ്ങനെ നോക്കിയ ഓരോ മരമായിട്ട് ഇയാൾ വെട്ടി നശിപ്പിച്ചിട്ട് വെറും തരിശു ഭൂമി നമ്മളെ കയ്യിൽ അർപ്പിക്കും. 4 പിള്ളേരുണ്ടല്ലോ തൂറാപ്പം. വൃത്തിയുടെ പറയണ വാ തുറന്ന വൃത്തിയുടെ പറയണം. വന്നു വന്നു കഞ്ഞാക്കണം. വേണ്ടേന്നാ? ചമ്മന്തിയാ? ആ ചമ്മന്തി ഉണ്ടാവുള്ളൂ. വാ എന്തോന്നല്ലേ പഠിപ്പിക്കുന്നത്? ഓ പേടിക്കാനുള്ള കുട്ടിയല്ലേ. എന്താ നോക്കണം? നോക്കട്ടെ. മാറിയോട് ഇങ്ങോട്ട് മാറി നോക്കട്ടെ. എന്താന്ന് മാറി ഇങ്ങോട്ട് നോക്കട്ടെ. എന്താന്ന്? ഓ അത് ശരി. അച്ഛനും അമ്മയെ സംസാരിക്കണ ഒളിഞ്ഞ് കേൾക്കുകയാണല്ലേ. ഒളിഞ്ഞൊന്നും കേട്ടില്ല. അവരെന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കായിരുന്നു. നീ ശ്രദ്ധിച്ചോക്ക്. ഞാൻ പറഞ്ഞു മോളിൽ കൂടെ ഞാൻ താഴെ കൂടെ നോക്കാം. കണ്ടാ മാമൻ പറയണ് നമുക്ക് വയസ്സായി വരെയല്ലേ സ്വത്തുക്കള് ബാലിന്റെ പേര് എഴുതി കൊടുക്കാന്ന്. കണ്ട അവർ പറയണ്ട കൊടുക്കണ്ട. നമുക്ക് ശ്രീകുട്ടൻ കിടക്കയല്ലേ, അവന്റെ കാര്യം ആരും നോക്കും. ബാലു നേരിയ വസ്തു ഉണ്ടെന്ന് പൊറട്ട കളവി. അമ്മേ എന്തിനു കളിക്കുന്നത്? അമ്മേ ഇവിടെ എവിടെ? അവിടെ നിക്കാന്നോ? എന്തോന്നാ സംസാരിക്കണേ? ഞങ്ങളെ നെയ്യാറ്റിങ്കര പോകുന്ന കാര്യം സംസാരിക്കുക. എന്നാ? അത് അടുത്ത മാസം ഉള്ളൂ. ആണാ? ബാലു പറയണേ. ഒന്നും പറഞ്ഞില്ല. ബാലു ഒരു കാര്യം പറയാം. എന്നെ നാണം കെടുത്തി കഴിഞ്ഞാൽ എപ്പം ഞാൻ വീട്ടിൽ ഇറങ്ങിപ്പോ. ഓ പിന്നെ വഞ്ച ഇതിനെ വിശ്വസിക്കാൻ കൊടുക്കണി ഇതിനെ. ഓ മുമ്പ് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. എന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാനുള്ളതെന്ന്. മുമ്പ് എങ്ങനെ പറഞ്ഞിരുന്നത്? എങ്ങനെ പറഞ്ഞിരുന്നത്? പണ്ടൊക്കെ പറയണ എന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. അത് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തോന്ന്? പണ്ടേ ഞാനും നീയും സീക്രട്ടറും കൂടെ ഇവിടെ ഒളിച്ച് കളിച്ചത് ഓർമ്മയുണ്ട? ഒളിച്ച് കളിച്ചതൊക്കെ ഓർമ്മയുണ്ട്. എന്ത് ഓർമ്മയുണ്ട്? കള്ളൻ. കള്ളൻ കള്ളൻ. അതിനേക്കാൾ വലിയ കള്ളനാ നിങ്ങള്. അതിനേക്കാൾ വലിയ കളനാ? ഇതാണ് സത്യസന്ധനായ കള്ളൻ. വലിയ കള്ളൻ. എന്തിനാന്ന്? വെള്ളം വെക്കുന്നേ
ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഒരു ബഹളമില്ല. പിന്നെ എന്തിനാണ് അവിടെ കയറി ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വാ. കണ്ണിൽ പൊടി വീഴുന്നു. പൊടിയോ? പൊടി വീണോ? പൊടി വീഴാതെ ഇങ്ങ് ഇറങ്ങി പോരെ. കണ്ണി പൊടി വീണെന്ന്. അവിടെ മൊത്തം പൊടിയാ, തൂക്കാതെ മാറാതെ പിള്ളേരെ അവിടെ കയറി. ഇല്ലെന്നേ പറ നീ. ആ എവിടെ ഇവിടെ അമ്മ വീട്ടിലല്ലേ? ആ ഇല്ല ഇല്ല ഇല്ല. ലച്ചുവേ, ഓ നീ കൊറേ നേരമായില്ല ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിർത്താറായില്ലേടി കൊച്ചേ? ഒരു 5 മിനിറ്റ്. ഓ 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ അരമണിക്കൂറായി. ഇപ്പൊ കഴിയോ അമ്മൂമ്മേ? എന്തോന്ന് കഴിയും? നീ കഴിയുവോ? അല്ല ഇപ്പൊ തീരൊന്ന് വിളിച്ച്. ആര്? ചേച്ചി അമ്മ പറഞ്ഞ ചേച്ചിക്ക് ഫോൺ വെക്കാൻ വയ്യേ. വെച്ചേ ഫോൺ വെക്ക്. നീ പോടാടന്നു. ഫോൺ കൊണ്ടുവന്നേ. ഫോൺ തരില്ല. പോയെ. ഞാൻ ഫോൺ തരില്ല. എന്തോന്ന് പിള്ളേരെ ഇത്? കാണിക്കുന്ന മൂന്നും കൂടെ കൊച്ചിനെ മറിച്ചിട്ടത്? ഞാൻ എന്ത് ചെയ്ത്? നീയല്ലേ അവളെ മറിച്ചിട്ടത് അല്ലേ? തള്ളിട്ട് അവള് ഓടി എടി നോട്ട് മുറിഞ്ഞാ നോട്ട്. മൂത്ത പിള്ളേരുമായിട്ട് കളിക്കരുത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള ഈ കൊച്ചിനോട്. ഇതെങ്ങനെയാ അതിന്റെ ഇടയിൽ ചെന്ന് കേടും അവള്. അപ്പോ അവിടെ കളിക്കാൻ പോവാ. മാമ ഈത്തുകളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഒരു വക പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ 2 എണ്ണം കൊടുക്കാന്ന് വിചാരിച്ച അവിടെ തന്നെ അവളെ ഇടയ്ക്കിടെ കയറി വരും. എന്നിട്ട് പറഞ്ഞു ഞാനാണ് വഷളാക്കണേന്ന്. കുട്ടിക്കളിയാണ്, പിള്ളേരോടെ ഞാൻ കുട്ടിക്കളി കളിച്ചുകൊണ്ടാക്കണ്. ഇതൊക്കെയാണ് സംസാരം. വാങ്ങിക്കോ, വരാനും പറ്റുന്നില്ല. ആ ദേഷ്യത്തിലാണ് പോയിരിക്കണേ. ഇന്ന് കിട്ടും പിള്ളേർക്ക് 2 എണ്ണം. ഈയിടെയായിട്ട് അവനങ്ങ് ഭയങ്കര ദേഷ്യ. 2-3 ദിവസം പിണങ്ങി നടന്നില്ല. അതിന് ശേഷം ഇത്രയും ദേഷ്യം അവന്. കുറച്ച് ദേഷ്യമുണ്ട്. ദേഷ്യം അവന് കൊള്ളത്തില്ലടി മോളെ. അവൻ ചിരിച്ചും കളിച്ചും നടക്കുന്നതല്ലേ. സീരിയസ് അവൻ എന്തോ പോലെ. ഓ കാലിന്റെ വേദന അങ്ങ് മാറുന്നേയില്ല. ആണോ? ഞാൻ പറ്റി തരണമേ? ഓ വേണ്ടടി മോളെ, വരട്ടി. നീ ഇത്തിരി ചൂടുവെള്ളം പിടിക്കണം, ഉപ്പിട്ട്. അപ്പോൾ അതങ്ങ് മാറും. ഓ എന്നാ ഇതങ്ങോട്ട് വെള്ളേക്ക് വെച്ചേരെ. ഓ എൻ്റെ അമ്മേ. ഞാൻ തിരുമ്പി ആവശ്യത്തിന്. ഓ ഒരു തിരുമിക്കാൻ വന്നിരിക്കുന്നു. സ്നേഹം കൊണ്ട് പറഞ്ഞ ഇനി ഉടക്കണ്ട. പിന്നെ സ്നേഹം. അവനല്ലേ സ്നേഹം. നീ അതവിടെ വെച്ചിട്ട് വാ. ഇത്തിരി വെള്ളം ചൂടാക്കാൻ. അമ്മയുടെ കാലിന് ഉപ്പിട്ട് വെള്ളം ചൂടാക്കി പിടിക്കണം. ഇങ്ങോട്ട് വീടാ. ഇതിങ്ങോട്ടാ. ഇങ്ങോട്ട് വീടാ. ഇങ്ങോട്ട് നേരെ. അപ്പൂപ്പൻ അവനെ മാത്രമേ പഠിപ്പിക്കുള്ളൂ, എന്നെ പഠിപ്പിക്കുന്നു. മോളെ പഠിപ്പിക്കാം. അപ്പൂപ്പൻ എന്റെ ഭാഗത്തിരുന്ന് കളി. അത് വേണ്ട, നീ തന്നെ കളിച്ചാൽ മതി. കളിക്ക്. ഇതങ്ങോട്ട് നീക്കണം. അതിപ്പോ എങ്ങോട്ട്? സൈഡാ? ഇരിക്കട്ടെ. അയ്യോ നീക്കി. ഞാൻ എന്റെ നീക്കില്ല. ഇങ്ങനെ കളി പഠിപ്പിച്ചോണ്ടിരുന്നാലേ അവർ ഇന്ന് മൊത്തം കളിച്ചോണ്ടിരിക്കും. പഠിക്കുന്ന പോയിട്ടാ എന്താ പഠിക്കാൻ ബുക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഉണ്ട്, കൊണ്ടുവന്നു. അവിടെ പടി കളിച്ച മതി പറഞ്ഞില്ലേ? ആ മക്കള് പോയിരുന്നു പഠിക്ക്. അപ്പൂപ്പന് ഇത്തിരി ജോലിയുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. കുറച്ച് പറഞ്ഞിട്ടില്ലേ? അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞ് പോവാ. അവളുടെ കൈ ഇടും. അച്ഛൻ കളിക്കുന്നുണ്ടാ? നീ കളിയേ. ഏതെടുത്ത്? ഇതെടുത്ത് ഇവിടെ വെച്ചു. കളി നീ ഇതെടുത്ത് പുറത്തായി. ഇതെടുത്ത് ഇവിടെ ഇവിടെ പോയി. ഇതെന്റെ അപ്പൊ അടുത്തൂടെ ഇതെടുത്ത് അങ്ങോട്ട് നിൽക്കടാ. ഇതാ നീ കളി അതെടുത്ത് ഇതെടുത്തൂടെ അത് ഇതെടുത്തൂടെ. എടുത്തൂടെ അവരെ മാത്രം ഹെൽപ്പ് ചെയ്തേ. അത് ഞാൻ നീ കളിയിലെ അങ്ങോട്ട്. കളിക്കാറുണ്ടോ നിനക്ക്? എടുത്ത് ഇവിടെ പോയി ഇവിടെ പോയി. നീ എടുത്തവിടെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റിയ പ്രായം. മാറ്റി
കളിക്കുന്നുണ്ട് ട്ടോ. ആര് കളിക്കുന്നത്? ഫോൺ എടുത്ത്. അച്ഛൻ കളിക്കുന്ന കളിക്കുന്നു. ആര് കളിക്കുന്നത്? നീ കളിക്കുന്നത്? എന്താ കളി? എന്തോ സംഭവം ഇത്? എന്താ കളിക്കുന്നത്? അച്ഛനെടുത്ത് മാറ്റിച്ചു. ഞാൻ കളിച്ചോ? അച്ഛൻ കളിക്കുന്നത്. നീ അല്ലേ എടുത്ത് കളിച്ചത്? അല്ല അല്ല ആ, ദേ, കളി, ഇവിടെ, പോയി. നീ പോയി. ഇതാ, പോ. എന്താണ് മാറ്റു ഇത്? ഇത് കള്ളക്കളി കളിക്കുന്നത്. അങ്ങനെ എന്താന്ന് വെച്ചാ? പാടും. പിന്നെ കളിക്കാൻ സമ്മതിക്കില്ല. പിള്ളേരുടെ അടുത്ത് കളിക്കണം. പിന്നെ ദേഷ്യത്തിന് ഒരു കുറവുമില്ലല്ലോ. ആര് പറഞ്ഞു അവൻ മാറിയെന്ന്? ചങ്കരൻ പിന്നെ തെങ്ങേ തന്നെ. ആര് മാറിയാലും എന്റെ മരുമോൻ മാറത്തില്ല. എന്തോ നടി